പൂജകളോ പ്രാർത്ഥനകളോ നടത്തിയ ഈ വരുന്ന ആളുകൾക്ക് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. കാരണം പണ്ട് ക്ഷേത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ ഒരു 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 വില്ലേജിനകത്ത് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു പള്ളി. നിങ്ങളുടെ മൈൻഡിനെ കൂണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. എന്താണ് ഒരു സന്യാസ ദീക്ഷ? അത് എങ്ങനെയാണ് അതിലോട്ട് കിടക്കുന്നത്? നിങ്ങളുടെ ഒരു സന്യാസ ദീക്ഷ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. 3-4 വിധങ്ങളിൽ കൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഇവരിൽ നിന്ന് ഈ വെളിയിലിരിക്കുന്ന ഈശ്വരന്മാർക്ക് നിങ്ങൾക്ക് ഒരു കണക്ഷനും കിട്ടാൻ പോകുന്നില്ല. ബുദ്ധൻ സ്വന്തം രാജ്യത്തിനെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് സന്യാസം. അത് ബുദ്ധന് പറ്റിയ ഒരു ആമളി ബുദ്ധൻ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ആണല്ലേ? ബുദ്ധൻ എങ്ങനെ പറയുന്നു പറഞ്ഞാൽ, കാരണം ബുദ്ധൻ്റെ സ്നേഹം ഡിവൈൻ ലവ് പുള്ളിക്ക് ഫാം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ബുദ്ധൻ തന്നെ മനസ്സിലാകുന്നുണ്ട്. സ്വാമി, അതുപോലെ തന്നെ ഈ അമ്പലങ്ങളിലും പള്ളികളിലും പൂജകൾ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? പലപ്പോഴും ഈ ഒരു തരത്തിലുമുള്ള റിയലൈസേഷൻ വരാത്ത ആളുകൾ പൂജകളോ പ്രാർത്ഥനകളോ നടത്തിയ ഈ വരുന്ന ആളുകൾക്ക് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. കാരണം പണ്ട് ക്ഷേത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിനകത്ത് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു പള്ളി. അപ്പോൾ വില്ലേജിനകത്തൊരു പള്ളിയുമ്പോൾ അവർക്ക് ഈ കൂടാനും അപ്പോൾ അവരുടെ നല്ല കാര്യങ്ങൾക്കും മോശമായ കാര്യങ്ങളും അവിടെ വന്നിട്ട് വാഗ്വാദം ചെയ്യാനും അതിനെ മാറ്റാനും ഇങ്ങനെ പല സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു സ്പിരിച്വാലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് വന്നിട്ട് ഏതെങ്കിലും സ്പിരിച്വാലിറ്റി ഉണ്ടോ? ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിവേചനമല്ലാതെ റിയലിൽ വന്നിട്ട് നമുക്ക് അതിന് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊരു പൂജാരി എന്ന നിലയ്ക്ക് ഇപ്പം ഞാൻ പൂർണ്ണമായും ഞാൻ ഒരിക്കലും ഗണിക്കില്ല, അവഗണിക്കേ ഉള്ളൂ. ആ ദൂരപ്പോൾ അങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ കൂണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. അപ്പം നമുക്ക് എന്തോ ഒരു ഉയർന്ന ആളും മറ്റുള്ളവരെല്ലാം താഴ്ന്ന ആൾക്കാരെന്നുള്ള ഫീലിംഗാണ്. അപ്പം ഇതെല്ലാം വന്നിട്ട് നമുക്ക് ക്ഷേത്രത്തിന് നമുക്ക് ദോഷം തന്നെ ചെയ്യും. ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ സർവരും ഒന്നാണെന്നുള്ള ബോധം കൊണ്ടുവരണം. അതിനാണ് നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മഹാഗുരുക്കന്മാരെല്ലാം പഠിപ്പിച്ചത് അതാണ്. ഇതിന്ന് ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടോ? അത് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ ഒരു കുലത്തിൻ്റെ പേരിലോ ഒരു ഗോത്രത്തിൻ്റെ പേരിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈശ്വരന് കുടികൊള്ളുന്ന സ്ഥലമേ അല്ല. അതൊരു വ്യാപാരം മാത്രമേ നടക്കുന്നു. അപ്പോൾ അതിനെക്കാട്ടും ഒരു ചന്തയിൽ പോയാൽ മതി, നമുക്ക് എല്ലാ സാധനവും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് ക്ഷേത്രത്തിന് സമമാണല്ലോ. അപ്പോൾ ക്ഷേത്രവും ചന്തയും ഒന്നാണെന്നാണ് ഞാൻ ഇപ്പം പറയുന്നത്. കാരണം അത്രയ്ക്ക് നമ്മുടെ അധംപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അധംപതനത്തിൽ നിന്ന് നമുക്ക് ഒരു വിമോചനം കിട്ടണം. അത് ബ്രാഹ്മണനാകട്ടെ, ക്ഷത്രിയനാകട്ടെ, ശൂദ്രന് എങ്ങനെയാകട്ടെ, എങ്ങനെയുള്ളവനോ ആകട്ടെ, നിങ്ങളുടെ പള്ളിയായാലും ശരി ക്ഷേത്രമായാലും ശരി, നമുക്കൊരു വിമോചനം കിട്ടണമെങ്കിൽ നമ്മുടെ അതിൽ നിന്ന് ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കാത്ത കാലം വരയ്ക്കും നമുക്ക് ഒരിക്കലും ഇതിന് വിമോചനമില്ല. അതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് പറയുന്നൊരു കാര്യമുണ്ട്, മഹാക്ഷേത്രങ്ങൾ നമ്മളെപ്പോഴും പോകണമെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? മഹാക്ഷേത്രങ്ങൾ അപ്പം നോർത്ത് ഇന്ത്യയിൽ ഉള്ള ക്ഷേത്രങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് അവർക്ക് ഞാൻ 100 മാർക്ക് ഞാൻ ഇടുന്നുണ്ട്. കാരണം അവിടെ വന്നിട്ട് ഈ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലുള്ള വിവേചനമൊന്നും അവിടെ ഇല്ല. അവിടെ ആർക്കും ആ വിഗ്രഹത്തിൽ പോകാം, വിഗ്രഹത്തിനടുത്ത് പോകാം, അവിടെ വന്നിട്ട് ദർശനം ചെയ്യാം, അവർക്ക് അഭിഷേകമോ എന്ത് വേണമെങ്കിലും ചാർത്താം, അവിടെ എങ്ങനെ വേണമെങ്കിലും ഇരിക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. അപ്പം ഒരു LKG ഒരു കുട്ടി ക്ഷേത്രത്തിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് വരണമെങ്കിൽ അപ്പോൾ ആ ക്ഷേത്രത്തിന് വന്നിട്ട് എൻ്റെ ദൈവം എനിക്കുള്ളതാണ്, എനിക്ക് ആ ഒരു ബോധത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എനിക്ക് ഒരിക്കലും ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. നീയാണ് ഞാനാണെന്നുള്ള ബോധത്തിലേക്ക് വരാൻ സാധിക്കില്ല. അത് എൻ്റേതാണെന്നുള്ളൊരു ബോധം നമുക്ക് വരണം. അതേസമയത്ത് നമ്മുടെ ദക്ഷിണേന്ത്യൻ സമ്പ്രദായത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും വന്നിട്ട് ഒരു മൈനസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും വന്നിട്ട് അവിടെ ഈ ബ്രാഹ്മിൺസിൽ നിന്നോ മറ്റൊന്നോ ഉള്ള ആ ജാതി സ്പിരിറ്റ് അതുപോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ക്ഷേത്രത്തിന് ദൂരെ നിൽക്കണം, അതിൻ്റെ പല കർമ്മങ്ങൾ ചെയ്യണം, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതേസമയം നോർത്ത് ഇന്ത്യയിൽ പോയി നോക്ക്, അപ്പോൾ A to Z വരെ എല്ലാവർക്കും പോയി അവിടെ നമസ്കരിക്കാനും അതിനോടുകൂടി അനുഭവിക്കാനും എല്ലാം സാധിക്കും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നിറയെ ഉണ്ട്, മഹാക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് ഒരു ദോഷവുമില്ല. കാരണം നമ്മുടെ ഹൃദയം എന്ത് വേദനിക്കില്ല.
ഇവിടെയൊക്കെ നമ്മുടെ ഹൃദയം വേദനിക്കുകയാണ് ചെയ്യുന്നത്. അറിവുള്ള ഒരു ആത്മാക്കളും ഈ ക്ഷേത്രത്തിനകത്ത് കയറിയില്ല. അറിവില്ലാത്ത കുറേ മണ്ട ശിരോമണികൾ ഇതിനകത്ത് കയറും, അത്രയേ ഉള്ളൂ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ അങ്ങയുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് സന്യാസ ദീക്ഷ തരാമോ എന്ന് ഞാൻ കൗതുകത്തോടൊന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞത് അതിന് സമയമായിട്ടില്ല, നീ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വാ, അപ്പോൾ നിനക്ക് തരാൻ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണ്, ഒരു പക്ഷേ എനിക്ക് അതിനെ പറ്റി ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കാം, എന്താണ് ഒരു സന്യാസ ദീക്ഷ, അത് എങ്ങനെയാണ് അതിലോട്ട് കിടക്കുന്നത്? നിങ്ങളൊരു സന്യാസ ദീക്ഷ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. സന്യാസത്തിൻ്റെ ഉദ്ദേശം തന്നെ സ്വയം ത്യജിക്കുക എന്നർത്ഥം. നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ എറിഞ്ഞു കൊടുക്കുക എന്നർത്ഥം. കാരണം ഞാൻ പ്രപഞ്ചത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവരാശികൾക്ക് ഞാൻ ഉതകണം. അതാണ് സന്യാസത്തിൻ്റെ ലക്ഷണം തന്നെ. സെക്കൻഡ് കൊണ്ട് ഞാൻ മാത്രം മോക്ഷം പ്രാപിച്ച് പോകുന്നതല്ല സന്യാസം, മറ്റുള്ളവർക്കും അതുകൊണ്ട് പ്രയോജനം ചെയ്യണം. പിന്നെ രണ്ടാമത് കാര്യം, നമ്മൾ സ്വയം ത്യാഗം ചെയ്യണം. തൻ്റെ ഉള്ളിലാണ് സന്യാസം എടുക്കേണ്ടത്. അല്ലാതെ വെളിയിലൊരു വേഷം കെട്ടിക്കൊണ്ട് ഇവിടെ പണം സമ്പാദിക്കുന്നതൊന്നും സന്യാസമല്ല. ഇവിടെ കാണുന്ന 99% സന്യാസിമാരും പണം സമ്പാദിക്കലാണ് ഉള്ളത്. നമ്മൾ അതൊന്നും സന്യാസിയിൽ ചേർന്നതേ അല്ല. ഒരു ഗിരിയായിട്ടോ ഒരു പുരിയായോ ഒരു തീർത്ഥനായോ ഒരു സരസ്വതിയായോ ഇരുന്നത് കൊണ്ടൊന്നും ഇവിടെ ആരും ഒന്നും നേടാൻ പോണില്ല. എന്നാൽ സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എല്ലാ ത്യാഗങ്ങളുണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ തനിക്ക് വേണ്ടി ജീവിക്കരുത്. തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കരുത്. അപ്പം അതിനങ്ങനെ വരുന്ന സമയം നമുക്ക് അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രഹ്മചര്യം കിട്ടുന്നു. മറ്റുള്ളവരൊക്കെ സഹായിക്കാനും അവരോട് സ്നേഹിക്കാനുമുള്ള എല്ലാ മനസ്സും നമുക്ക് ഉണ്ടാകുന്നു. ആ ത്യാഗത്തിൽ നിന്ന് നാച്ചുറലായിട്ട് സന്യാസം ഉടലെടുക്കും. അല്ലാതെ വെറുതെ ഒരു വേഷം കെട്ടിയതുകൊണ്ട് സന്യാസിയാവില്ല. അതുകൊണ്ടാണ് സമയമാകുമ്പോൾ തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഞാൻ ഇനി ഒരു സന്യാസി ദീക്ഷയിലോട്ട് എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാ? ഒരു സന്യാസത്തിന്റെ ഇന്ന് സന്യാസത്തിന് നടപടിക്രമങ്ങൾ ആരും ഒന്നും പാലിക്കാറില്ല. പക്ഷെ അങ്ങ് കൊടുക്കാറുണ്ടല്ലോ. ഒരു സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു സന്യസിക്കുന്നവൻ്റെ മീനിങ് തന്നെ ദ്വിജനനർത്ഥം, രണ്ടാമതൊരു ജന്മം എടുക്കുന്നവനാണ് സന്യാസി. അപ്പം ആ സന്യാസത്തിൽ വരുന്ന സമയത്ത് പരിത്യാഗം എന്നൊരു വാക്കുണ്ട്. അപ്പം വീടിനെ തുറക്കണം, നമ്മുടെ ലൈഫിനെ തന്നെ നമ്മൾ മാറ്റിമറിക്കണം. ലൈഫിൽ ഇന്നലെ വരെയുള്ള ലൈഫിനെ നിങ്ങളുടെ അടുത്ത് കളയണം. ഇന്നൊരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ വരികയാണ്. പിന്നെ അടുത്തതാണ് എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് കിട്ടുന്നോ അത് ഭക്ഷിച്ച് ജീവിക്കാൻ പഠിക്കണം. അതിന് ഭിക്ഷാടനം എന്നതിന് പേര്. കിട്ടുന്നത് കൊണ്ട് കഴിച്ച് തൃപ്തിയാകുക. അപ്പോൾ ശരിക്കും വന്നിട്ട് ബൗദ്ധമതത്തിലുള്ള സന്യാസ ക്രമങ്ങളാണ് ക്ലിയറായിട്ടുള്ളത്. ഇന്ന് ഹിന്ദു സന്യാസികൾ ക്ലിയർ അല്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖലോലുപമാരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെ. അപ്പോൾ അതൊന്നും നമ്മുടെ സന്യാസം നമ്മൾ എടുക്കാറില്ല. അത് എൻ്റെ കൺസെപ്റ്റിൽ അതൊന്നും സന്യാസമേ അല്ല. അപ്പം ത്യാഗത്തിലേക്ക് വരിക എന്ന് പറയുന്നതിൽ മീനിങ് നമ്മൾ സ്വയം ത്യജിക്കുകയാണ്. നമ്മുടെ ആക്ച്വലി നമ്മൾ മരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരിച്ചു എന്നുള്ള ബോധത്തിലിരിക്കുന്ന ഒരു ആത്മാവാണ്. അപ്പോൾ എല്ലാം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് എത്തുക എന്നർത്ഥം. ആ മരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നാണ് ഈശ്വര്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനായ കുറേ ചിട്ടകളെല്ലാം വേദിക് കൾച്ചറിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ കർമ്മങ്ങളെ ത്യജിച്ച്, ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ത്യജിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ഒരു ഡൗട്ട്, പലപ്പോഴും ബുദ്ധനെ തന്നെ എടുത്താൽ ബുദ്ധൻ സ്വന്തം രാജ്യത്തിനെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് സന്യാസം. അത് ബുദ്ധന് പറ്റിയ ഒരു ആമളി ബുദ്ധൻ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ആണല്ലേ? ബുദ്ധൻ എങ്ങനെ പറയുന്നു പറഞ്ഞാൽ, കാരണം ബുദ്ധൻ്റെ സ്നേഹം ഡിവൈൻ ലവ് പുള്ളിക്ക് ഫോം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ബുദ്ധൻ തന്നെ മനസ്സിലാകുന്നുണ്ട്, ഞാൻ ഇതൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഉപേക്ഷിക്കാതെ തന്നെ ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സമയമായിപ്പോയി. അതിന് ഉദാഹരണം തന്നെ അദ്ദേഹം പറയുന്ന ഒരു സംഭവം തന്നെ, അദ്ദേഹം വേദിക് കൾച്ചറിലേക്ക് നിന്നും കൊണ്ടാണ് പിന്നെ ഇതിലൊന്നിനും ഒരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയിരുന്നതാണ് അത് ബുദ്ധനാകുന്നത് തന്നെ. അപ്പം ശരിക്കും ഒരു സിദ്ധാർത്ഥൻ സന്യാസിയാകുന്നത് എങ്ങനെ വേദിക് കൾച്ചറിൽ കൂടിയാണ്. അപ്പം വേദിക് കൾച്ചർ എന്ന് പറയുമ്പം അതിൻ്റേതായ കുറേ നിയമങ്ങളും കുറേ പൂജകളും കുറേ കർമ്മങ്ങളും കുറേ ഹോമങ്ങളും പിന്നെ കുറേ തപസ്സും അങ്ങനെ കുറേ സാധനങ്ങളും എല്ലാ സംഭവങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങേർക്ക് ഒരു മനഃശാന്തി എന്ന് പറഞ്ഞ ഒരു സാധനം കിട്ടിയിട്ടേ ഇല്ല. ഈ മനഃശാന്തി വന്നിട്ട് വെളിയിൽ കിട്ടുന്ന ഒരു സംഭവമല്ല. അപ്പം ഇതിലിവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇദ്ദേഹം എല്ലാം കളയുന്നു,
കാരണം ഈ മരിക്കാൻ പുള്ളി പ്രാപ്തനാണ്. ഞാൻ ഇനി മരിക്കാൻ പോകണം എന്ന് പറഞ്ഞാണ് ബുദ്ധൻ വന്ന് ചെയ്യുന്നത്. ആ ഗയയിൽ വന്നിട്ട് അദ്ദേഹം ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വെറുതെ ഇരിക്കുകയാണ്. അവിടെ ധ്യാനം പോലും ചെയ്യുന്നില്ല, പുള്ളി വെറുതെ ഇരിക്കും. കാരണം മരിക്കാൻ പോകുന്നതിന് ഇവിടെ ധ്യാനം എന്തിന്? അവിടെ മരണമാണല്ലോ പ്രധാനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സന്യാസിമാരും കൂടെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ആർക്കും ആൻസർ കിട്ടിയിട്ടേ ഇല്ല. അപ്പം ഈ സംഭവം വന്നപ്പോൾ പുള്ളിക്ക് വന്നിട്ട് പുള്ളിയുടെ ഉള്ളിൽ നിന്നാണ് പിന്നെ പ്രചോദനം ഉണ്ടാകുന്ന കഥകളൊക്കെ അതിൽ വരുന്നത്. അതിലൊരു പായസം കൊണ്ട് കൊടുത്ത കഥയെല്ലാം വരുന്നത്. കാരണം എന്തിനാണ് ആ പായസം കൊടുക്കുന്നത് പറഞ്ഞാൽ ആദ്യം നമുക്ക് ബോഡിയിൽ ഷുഗർ വേണം. ഷുഗർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്ത് ഉണ്ടാകുള്ളൂ. അതിനാണ് ആ പായസം അവർ കഴിക്കുന്നത് തന്നെ. അതിന് ശേഷമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഞാൻ ഇതുവരേക്കും കെട്ടിയത് വിഡ്ഢി വേഷമാണ്. ബുദ്ധന് ഉണ്ടായ ആ ബോധോദയം വരുന്നത് ഫസ്റ്റ് പോയിൻ്റ് തന്നെ വരുന്നത് ഇത് വിഡ്ഢി വേഷമാണ്, ഇതെല്ലാം ഒരു മണ്ടത്തനമാണ്. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ആ വേദിക് കൾച്ചറിൽ ഇരിക്കുന്ന അത്രയും മണ്ടത്തനമാണെന്ന് പുള്ളിക്ക് നല്ലോണം മനസ്സിലായി. എന്നിട്ട് പുള്ളിക്ക് അത് പ്രത്യേക രീതിയിൽ ആ പുള്ളി ഒരു മെഡിറ്റേഷനിലേക്ക് വരുന്നു. അത് പുള്ളി നാച്ചുറലായി പുള്ളിക്ക് ഉണ്ടാകുന്ന മെഡിറ്റേഷനാണ്. അത് വിജ്ഞാന വൈരവ തന്നതിൽ തന്നെ ആ മെഡിറ്റേഷൻ പറയുന്നത് ആനാപാന സതി എന്ന് പറയും. അതിലേക്ക് ആ പുള്ളി വരികയാണ് നാച്ചുറലായിട്ട്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീയാണ് ഈ പായസം കൊടുക്കുന്നത്. ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ആരെയാണ് തേടുന്നത്? ഇവിടെ തേടാൻ ഒരാളില്ലല്ലോ. ആരെയാണ് തേടണമെങ്കിൽ ആ തേടേണ്ട വ്യക്തിയുടെ അടുത്ത് ഇങ്ങോട്ട് പോകണം. നിങ്ങൾക്ക് പോകാനും സാധിക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തി നമ്മൾ കളയുക. അപ്പം അപ്പം അകത്താണോ പുറത്താണോ ആ വ്യക്തി ഉള്ളത്? കാരണം നിങ്ങളുടെ എല്ലാ ബോധവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ബോധം വരുമോ? ഒന്നും വരുന്നില്ല. അപ്പം 3-4 വിധങ്ങളിൽ കൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ഈ വെളിയിലിരിക്കുന്ന ഈശ്വരനുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷനും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഈശ്വരൻ എവിടെയാണുള്ളത്? തൻ്റെ ഉള്ളിലാണുള്ളത്. കാരണം നിങ്ങൾ ഉള്ളിൽ തിരയാതെ വെളിയിൽ കാണിക്കുന്ന ഈ വേഷങ്ങൾ കെട്ടിയതുകൊണ്ട് ഇവിടെ എന്ത് സാധിക്കാൻ പോണേ എന്നുള്ള ഒരു മനോധർമ്മം പുള്ളി അവിടെ പഠിപ്പിക്കുകയാണ്. ആ പാഠത്തിൽ നിന്നാണ് അടുത്ത സെക്കൻഡിൽ പുള്ളി എന്ത് ചെയ്യുന്നത്? സ്വയം ഇതെല്ലാം എടുത്ത് ദൂരെ കളയാണ്. ഇതൊന്നും ഒന്നും സത്യമല്ല. നേരെ ഇരുന്ന് അദ്ദേഹം തൻ്റെ ഉള്ളിലേക്ക് വരുന്നു. വിത്തിൻ സെക്കൻഡിൽ പുള്ളിക്ക് ആ സമാധി അറ്റൻഡ് ചെയ്യുന്നു. ബോധോദയം ഉണ്ടാകും. ആ ബോധം വന്നതിന് ശേഷം പുള്ളി വന്നിട്ട് വീണ്ടും യശോദരയുടെ അടുത്ത് പോകുന്നുണ്ട്. യശോദരയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു. ഇപ്പോൾ യശോദര പറഞ്ഞു ഞാനും സന്യാസിയായിട്ട് വരാം. അപ്പോൾ പറയുന്ന വാക്കെന്താണ്? കാരണം ഞാനിവിടെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഒരു സന്യാസിയായിട്ട് ഞാൻ ഇറങ്ങുന്നു. കാരണം ഇവിടെ പല കഷ്ടങ്ങളുമുണ്ട്. അതൊരു സ്ത്രീ എന്നൊരവസ്ഥയിൽ നിനക്കത് സാധിക്കില്ല. നീ വീട്ടിൽ നിന്ന് സന്യസിക്കുക, കുഴപ്പമില്ല. പയ്യനെയും കൊണ്ട് കൂട്ടിപ്പോവാണ്, പയ്യനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ പുള്ളി പറഞ്ഞു ഓക്കെ. എന്നാൽ ഇത് കുടുംബത്തിലിരുന്ന് സാധിക്കാമെന്നായിട്ട് തീർച്ചയായും സാധിക്കാം, അതിൽ ഒരു മാറ്റമില്ല. എന്നാൽ ഇതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് നടത്തുകയാണ്. ബിസിനസ്സിൽ ഇരുന്നു കൊണ്ട് മോശം പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ അതിനടുത്ത് നിങ്ങൾ മാറ്റേണ്ടി വരും. കാരണം ഇതിലേക്ക് നിങ്ങളുടെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സമയം അത് നിങ്ങളുടെ വിട്ട് വെളിയിൽ പോകും, നിങ്ങളുടെ അറിയാതെ തന്നെ പോകും. അപ്പോൾ നിങ്ങളുടെ ഒരു മാരേജ് ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാര്യ തീർച്ചയായും നിങ്ങളെ വിട്ട് പോയി തന്നെ തീരും, നിങ്ങളുടെ അറിയാതെ തന്നെ പോകും. കാരണം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നിങ്ങളുടെ എപ്പോഴും 24 മണിക്കൂർ ധ്യാനത്തിൽ നിന്നാൽ എന്തായിരിക്കും? ഭാര്യ വന്ന് വളരെ ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല പറഞ്ഞ് അവർ തിരിച്ചു പോകും. ഇതവസ്ഥ തന്നെ. അതുകൊണ്ട് ഇത് അകത്തിരുന്നോ പുറത്തിരുന്നോ സാധനം ചെയ്യാമെന്നൊന്നും നമ്മൾ സ്വയം തീരുമാനിക്കണം, അത്രയേ ഉള്ളൂ.